യമനിൽ 80 ഇടങ്ങളിലാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനികർ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. ചെങ്കടലിൽ യമനിലെ ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ആണിത്. എന്നാൽ യമനിൽ ഇടപെടുന്നത് വളരെ ആലോചിച്ചു മാത്രമേ പാടുള്ളൂ എന്നും സംഘർഷം വ്യാപിക്കുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നുമാണ് സൗദി അറേബ്യയുടെ നിലപാട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ സംഘമാണ് ഹൂതികൾ. യമനിലെ ഗോത്ര വിഭാഗമായ ഇവർക്ക് ഇറാന്റെ പിന്തുണയുണ്ട്. ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം നിർത്തുന്നതുവരെ ഇസ്രായേലിലേക്ക് പോകുന്നതും വരുന്നതുമായ കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. നിരവധി ആക്രമണങ്ങൾ ഇവർ നടത്തുകയും ചെയ്തു. ബാബുൽ മന്ദിബ് വഴി ചെങ്കടലിലൂടെ കടന്നുപോകുന്ന 27 കപ്പലുകളാണ് ഹൂതികൾ ആക്രമിച്ചത്. ഇതോടെ പല വൻകിട കപ്പൽ കമ്പനികളും സർവീസ് നിർത്തിവെക്കുകയോ കുറയ്ക്കുകയോ ചെയ്തു. ഇതാകട്ടെ ലോക സാമ്പത്തിക രംഗത്തെ ബാധിക്കാനും തുടങ്ങി. കപ്പലുകളുടെ സുരക്ഷയ്ക്ക് അമേരിക്കയും ബ്രിട്ടനും സൈനികരെ ഇറക്കി. ഇവരാണ് യമനിൽ ആക്രമണം നടത്തിയത്. ഗാസയിലെ ആക്രമണം ഇസ്രായേൽ നിർത്തിയാൽ മാത്രമേ തങ്ങൾ പിന്തിരിയൂ എന്ന് ഹൂതികൾ പറയുന്നു. ഇസ്രായേലിലേക്കുള്ള കപ്പലുകളാണ് ഇവരുടെ ലക്ഷ്യം. ചില കപ്പലുകൾ ആഫ്രിക്കയിലെ വളഞ്ഞ വഴി ജിബ്രാൾട്ടർ കടലിലൂടെ ഇസ്രായേലിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ചിലവേറെയാണ്. ചില കമ്പനികൾ പ്രയാസമേറിയ യാത്രയായതിനാൽ ഇൻഷുറൻസ് ഉയർത്തിയതും ഇസ്രായേലിന് തിരിച്ചടിയായി. ഗാസ ഇസ്രായേൽ പോര് നിലവിൽ ലെബനാനിലേക്കും സിറിയയിലേക്കും വ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്കകൾക്കിടയിലാണ് അമേരിക്ക യമനിൽ ആക്രമണം നടത്തിയത്. ഇതോടെ സംയമനം പാലിക്കണമെന്ന് സൗദി അറേബ്യ വീണ്ടും ആവശ്യപ്പെട്ടു. ചൈനയും ഇതേ ആവശ്യവുമായി രംഗത്തെത്തി. അമേരിക്കയെ കുറ്റപ്പെടുത്തി ആദ്യമായി ഒമാനും രംഗത്ത് വന്നു. എണ്ണവില കുതിച്ചു കയറുന്നതാണ് ആഗോള സമൂഹം നേരിടുന്ന വെല്ലുവിളി. അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തുകയും തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ പ്രഖ്യാപിക്കുകയും ചെയ്ത പിന്നാലെ എണ്ണവില കുതിച്ചു. ബ്രന്റ് ക്രൂഡ് ബാരലിന് $80 മുകളിലേക്ക് എത്തി. ശനിയാഴ്ച അല്പം താഴ്ന്നിട്ടുണ്ട്. എങ്കിലും വിപണിയിൽ ആശങ്ക തുടരുകയാണ്. 15% കടൽച്ചരക്ക് കടത്തും ചെങ്കടൽ വഴിയാണ്. ആക്രമണം ഭയന്ന് സർവീസ് നടത്തുന്ന കമ്പനികളുടെ എണ്ണവും വർദ്ധിച്ചു. സ്റ്റെല്ലന്റിസ്, ടെസ്ല, വോൾവോ കാർ, ടെസ്കോ, നെക്സ്റ്റ്, ഇക്കിയ, ഡനോനി തുടങ്ങിയ കമ്പനികളെല്ലാം ഇതിൽപ്പെടും. ചെങ്കടൽ വഴി ബ്രിട്ടനിലേക്ക് ചരക്ക് കടത്തുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് $1500 താഴെയായിരുന്നു കണ്ടെയ്നർ ചിലവ്. അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കളുടെയും വില കൂടിയേക്കും. എണ്ണവില കുതിക്കുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയാണ്. തിങ്കളാഴ്ച ടെഹ്റാനിലെത്തുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ നേതാക്കളുമായി വിഷയവും ചർച്ച ചെയ്യും. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.